സൗഹൃദവും പ്രണയവും ഒക്കെ ഒരു പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന വികാരമാണ്. എന്നാൽ വീട്ടുകാർ എത്ര എതിർത്താലും ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതിനായി അവർ എന്തു മാർഗവും സ്വീകരിക്കും. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനും മടിയില്ല. കോതമംഗലത്തെ 23-കാരിയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തവും ഇത്തരം പ്രണയക്കുരുക്കായിരുന്നു. അതിന് കാമുകൻ്റെ മാതാപിതാക്കളും കൂട്ടുനിൽക്കുന്ന സാഹചര്യം. ഇതുപോലെ ഒളിച്ചോടാനും വിവാഹം നടത്താനും ഒക്കെ കൂട്ടുനിൽക്കുന്ന വീട്ടുകാരാണ് മക്കളുടെ ഭാവിയെ പോലും തകർക്കുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ 17-കാരിയുമായി ഒളിച്ചോടിയ യുവാവിനെ സഹായിച്ചത് സ്വന്തം അമ്മാവനാണ്. നിലമ്പൂരിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച നവദമ്പതികളുടെ കൂട്ട ആത്മഹത്യയും ചർച്ച ചെയ്യണം. ആ വാർത്തകളിലേക്ക് പോകും മുൻപ് ആലപ്പുഴ പള്ളിപ്പുറത്തെ തിരോധാന കേസുകളിൽ പുറത്തുവരുന്ന പുതിയ വെളിപ്പെടുത്തലും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് 2 പതിറ്റാണ്ട് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ആരാണ് തട്ടിയെടുത്തത്? അതിന് പിന്നിൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ മാത്രമാണോ? ചേർത്തല ബിന്ദു തിരോധാനത്തിൽ പുറത്തുവരുന്ന നിർണായക വെളിപ്പെടുത്തൽ കൂടുതൽ പേരിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ബിന്ദുവിൻ്റെ തിരോധാനത്തിന് ശേഷം കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ സെബാസ്റ്റ്യൻ അടക്കമുള്ളവർ കൈക്കലാക്കിയതായി വിവരം. അമ്പലപ്പുഴയിലെ ഭൂമി സ്വന്തമാക്കിയ സതീശനാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. 2005 മെയ് മാസത്തിന് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യനൊപ്പം ബിന്ദു എത്തിയതായി സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. എഴുതി നൽകാതായതോടെ കോടതിയെ സമീപിച്ച് ഭൂമി സ്വന്തമാക്കിയെന്നും സതീശൻ വെളിപ്പെടുത്തി. അതേസമയം സതീശൻ്റെ സഹോദരൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യനെതിരെ ആരോപണമുയർന്നിരുന്നു. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങിയ സതീശൻ എന്ന വ്യക്തിയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. സതീശൻ പറയുന്ന പല കാര്യങ്ങളും അന്വേഷണ സംഘം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതാണ്. ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് എൻ്റെ സഹോദരൻ ജയദേവൻ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തുവിടപാടുണ്ടെന്നും അത് ഇവരെ അവിടെ നിന്ന് ഊഹിച്ചെടുത്തെന്ന് എനിക്കറിയില്ല. 2005 മെയ്ക്ക് ശേഷം ബിന്ദു പത്മനാഭൻ ട്രഷറി അക്കൗണ്ടുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എക്സ്പാർട്ടി വിധിക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് കുറച്ചുകൂടി അതിനകത്ത് സംശയാസ്പദമായി തോന്നുന്നത്. ഈ പ്രോപ്പർട്ടി തൻ്റെ പേരിൽ കിട്ടാനായി താൻ കോടതിയിൽ കെട്ടിവെച്ച തുക, ആ തുക ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് 2010 ശേഷം ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ടെന്ന നിർണായകമായ വിവരം ഇയാൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് എൻ്റെ സഹോദരൻ ജയദേവൻ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തുവിടപാടുണ്ടെന്നും അത് ഇവരെ അവിടെ നിന്ന് ഊഹിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല. ഈ സെബാസ്റ്റ്യനെ അറിയാമോ സതീഷ്? ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ അതൊരു വീട് ദൂരം നല്ല അടുത്തല്ല. പക്ഷേ ബിന്ദു പത്മനാഭൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കോടതി വഴി നടത്തിയത്. അതെങ്ങനെയായിരുന്നു ആ കച്ചവടം? അത് അവർ വന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു സെബാസ്റ്റ്യൻ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു, എഗ്രിമെൻ്റ് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തരാനൊക്കെ ഇല്ല, വസ്തു കാണണം, വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവരന്നേരം എൻ്റെ കയ്യിൽ തന്നു. പിറ്റേ ദിവസം പോയി ഇത് കണ്ടു, എഗ്രിമെൻ്റ് എഴുതി. 6 മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം. അന്ന് എത്ര രൂപ അഡ്വാൻസ് വാങ്ങി? അന്ന് 1.5 ലക്ഷം. അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തി. സെബാസ്റ്റ്യനോട് ചോദിച്ചില്ലേ ബിന്ദു എവിടെയെന്ന്? കാരണം നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിയിട്ടാണ്. അതിൽ സെബാസ്റ്റ്യനെ ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് ബിന്ദു എന്നെ വിളിക്കാൻ കാര്യം. ഞാൻ പറഞ്ഞു ഇതിനെ കൊണ്ടുവന്നത് നീയല്ല. അത് അതെന്നാലാണ് വിളിച്ചത്. ബിന്ദു വിളിച്ച നമ്പർ ഒരു XX എന്നുള്ള അങ്ങനെ കാണിക്കുന്ന ഡിജിറ്റുകൾ കാണിക്കുന്ന അക്ഷരങ്ങൾ കാണിക്കുന്ന ഒരു നമ്പറിൽ നിന്നാണ് തനിക്ക് കോൾ വന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ ഞാൻ ബിന്ദുവിനെ വിളിച്ച ബിന്ദു എടുക്കണില്ല, ബിന്ദു ഫോണിൽ വരുന്നില്ല. സെബാസ്റ്റ്യനോട് പറഞ്ഞ് ബിന്ദു വിളിക്കാം. അപ്പോൾ അവർ വിളിക്കുന്ന ഫോറിൻ നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ XX എന്നൊക്കെ എഴുതി കാണിക്കണം. ബിന്ദു വിളിക്കുന്നത് എന്നെ വിളിച്ചു പറഞ്ഞ് എന്നോട് പറഞ്ഞ ഭാഷ ഇതാണ്,
എഗ്രിമെൻ്റ് എഴുതി തന്നിട്ടുണ്ട്. ഞാൻ വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ എത്ര നാൾ കോടതിയിൽ കേസ് പറഞ്ഞിട്ടാണ് സ്ഥലം നിങ്ങളുടെ പേരിലാവുന്നത്? അതൊരു 4 വർഷത്തോളം കേസ്. ഈ ബിന്ദു പത്മനാഭൻ തിരോധാനം മാത്രമല്ല സതീശനുമായി ബന്ധപ്പെട്ട സെബാസ്റ്റിനുമായി ഇടകലർന്ന് കിടക്കുന്നത്. മറ്റൊന്ന് സതീശന്റെ സഹോദരനായ ജയദേവന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. സെബാസ്റ്റ്യനുമായി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു, ചേർത്തലയിലെ ബാറിൽ ഒരുമിച്ചിരുന്ന് തലേദിവസം രാത്രി മദ്യപിച്ചു എന്ന് പറഞ്ഞ ജയദേവനെ പിന്നീട് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. FCI റിട്ടയർഡായ ഉദ്യോഗസ്ഥനല്ലായിരുന്നു സർവീസിൽ ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. എന്താണ് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലേ? ദുരൂഹത കത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. റെയിൽവേ ട്രാക്കിലാണ് കടന്നു വെച്ച ബോഡി. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ പ്രണയം, പിന്നീട് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുള്ള വിവാഹം. നിലമ്പൂരിലെ നവദമ്പതികളായ രാജേഷിനും അമൃതയ്ക്കുമിടയിൽ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? വിവാഹം കഴിഞ്ഞ് 3 മാസം തികയും മുൻപേ ഇരുവരും ജീവനൊടുക്കിയതിൽ പല ദുരൂഹതയും സംശയവുമുണ്ട്. രാജേഷിനെയും അമൃതയെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ദാമ്പത്യ പ്രശ്നമാണോ കൂട്ട ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ശനിയാഴ്ച ഉച്ചയോടെയാണ് നാടിന് നടുക്കിയ സംഭവം. രാജേഷ് തൂങ്ങി നിൽക്കുന്നത് കണ്ട അമൃത കയർ അഴിച്ച് അതേ കയറിൽ തൂങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അമൃത തൂങ്ങിയത് കണ്ട രാജേഷിന്റെ അമ്മ ആളുകളെ വിളിച്ചുകൂട്ടി. കയറിൽ നിന്ന് താഴെയിറക്കി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബ പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് കരുതുന്നത്. രാജേഷിന് 23ഉം അമൃതയ്ക്ക് 19ഉമാണ് പ്രായം. പ്രണയത്തിലായിരുന്ന ഇവർ 3 മാസം മുമ്പാണ് വിവാഹം കഴിച്ചത്. ഇവിടെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിവരം തന്നത്. അതിൽ ആ ചെറുക്കൻ വിഷം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട്. പെൺകുട്ടി തൂങ്ങിയതാണ്. ആ കുട്ടീനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. 2 പേരും മരിച്ചിട്ടുണ്ട്. നേരത്തെ പ്രണയത്തിലായിരുന്ന കാലത്ത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഇതേ പെൺകുട്ടി യുവാവിനെതിരെ പോക്സോ കേസ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അമൃതയ്ക്ക് 18 വയസ്സ് തികഞ്ഞ ശേഷം ഇവർ വിവാഹിതരായി. 3 മാസമായി ഒരുമിച്ചാണ് താമസം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. തുടർന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 മലപ്പുറം. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും റമീസിന്റെ മാതാപിതാക്കൾക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരെക്കുറിച്ച് പരാമർശമുണ്ടായിട്ടും അടിയന്തര നടപടി സ്വീകരിക്കാതിരുന്നത് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചയാണ്. കേസിലെ പ്രതികളായ റഹീമും ഷെറിയും ഒളിവിലാണെന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും അവർ എറണാകുളം ജില്ല വിട്ടു പോകാനുള്ള സാധ്യതയില്ല. പ്രതികളുടെ ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ട റമീസിന്റെ മാതാപിതാക്കൾ പറവൂർ പാനായിക്കുളത്തെ വീട് പൂട്ടിപ്പോയെങ്കിലും എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. ഇവരുടെ ബന്ധുക്കളടക്കം താമസിക്കുന്ന പറവൂർ വെടിമറ മേഖല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പറവൂരിൽ നിന്ന് പാനായിക്കുളത്ത് താമസം ആരംഭിച്ചതാണ് റമീസിന്റെ കുടുംബം. എന്നാൽ ഇപ്പോഴും പറവൂരിൽ ഇവർക്ക് അടുത്ത ബന്ധങ്ങളുണ്ട്. പാനായിക്കുളത്ത് കാര്യമായ സുഹൃത്തുക്കൾ ഇല്ലാതിരുന്ന റമീസിന് കൂടുതലടുപ്പം പറവൂരിലെ ബന്ധുക്കളായ യുവാക്കളോടായിരുന്നു. റമീസിന്റെ പിതാവ് റഹീമും മാതാവ് ഷെറിയും ഒളിവിൽ പോയതിന് പിന്നാലെ പോലീസിന്റെ ആദ്യ അന്വേഷണം എത്തിയതും ഈ മേഖല കേന്ദ്രീകരിച്ചാണ്. ഇവിടെയുള്ള ബന്ധുക്കളുടെ വീടുകളും മറ്റും പോലീസ് പരിശോധിച്ചിരുന്നു. ഇപ്പോഴും ഇവിടെ ഇടയ്ക്കിടെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. റമീസിന്റെ മാതാപിതാക്കൾ പാനായിക്കുളത്തെ വീട് പൂട്ടിപ്പോയി ഒരാഴ്ചയായിട്ടും ഇവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല.
പാനായിക്കുളം ജംഗ്ഷനിലും ഇവിടെ തന്നെ അധികം ദൂരെയല്ലാത്ത സ്ഥലത്തും റഹീം കോഴിക്കട നടത്തുന്നുണ്ട്. ഈ 2 കടകളും ബന്ധുക്കളുടെ മേൽനോട്ടത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ചാണ് കടകൾ പ്രവർത്തിപ്പിക്കുന്നത്. അതിനിടെ യുവതി ആത്മഹത്യ ചെയ്ത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നിർബന്ധിത മതപരിവർത്തന ശ്രമത്തിന് കേസെടുത്തിട്ടില്ലെന്ന് BJP നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചു. വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവന്നു. എന്നിട്ടും ഇക്കാര്യത്തിൽ കേസെടുക്കാൻ നിയമമില്ല എന്നാണ് പോലീസ് പറയുന്നത്. നിയമം ഇല്ലെങ്കിൽ ഇത്തരത്തിൽ മർദ്ദിച്ച് നിർബന്ധിതമായി മതം മാറ്റുന്നത് കുറ്റകൃത്യമായി പ്രഖ്യാപിച്ച് നിയമം പാസ്സാക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ, കോതമംഗലത്തെ സോണയുടെ മരണം, ഇതൊക്കെ കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, അതിനുവേണ്ടി പാനായിക്കുളത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് മൊഴിയുണ്ടായിട്ടും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിയമമില്ല എന്നാണ്. അങ്ങനെ നിയമമില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം നിർമ്മിക്കുവാൻ, ഇതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുവാൻ കേരള നിയമസഭ നിയമം പാസ്സാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഈ മാസം 9-നാണ് മൂവാറ്റുപുഴ TTIയിലെ വിദ്യാർത്ഥിനിയായ കോതമംഗലം കറുകടം സ്വദേശിയായ യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്തായ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചെന്നും മതം മാറ്റാൻ ശ്രമിച്ചെന്നുമുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തതോടെയാണ് ഇവർ ഒളിവിൽ പോയത്. ന്യൂസ് 18 കൊച്ചി. മക്കളുടെ പോക്ക് തെറ്റായ വഴിക്കാണെങ്കിൽ മാതാപിതാക്കളും ബന്ധുക്കളുമാണ് അത് തിരുത്തേണ്ടത്. എന്നാൽ പ്രണയക്കെണിക്ക് വീട്ടുകാരിൽ കൂട്ടുനിൽക്കുന്ന പ്രവണത പലയിടത്തും കാണാം. ഇടുക്കി കട്ടപ്പനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് യുവാവും അമ്മാവനും ചേർന്നാണ്. വെള്ളയാംകുടി സ്വദേശി അനന്തുവും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. 17-കാരിയുടെ കുടുംബം പ്രണയം എതിർത്തതോടെയാണ് അനന്തു അമ്മാവൻ സത്യൻ്റെ സഹായത്തോടെ കാമുകിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ പോലീസ് ഇരുവരെയും കണ്ടെത്തി. കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത അനന്തുവിനെയും സത്യനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന സ്വദേശിനിയായ 17-കാരിയെ 22 വയസ്സുള്ള അനന്തുവും ഇയാളുടെ മാതൃ സഹോദരൻ സത്യനും ചേർന്ന് കഴിഞ്ഞ ദിവസം ബസ്സിൽ ആലപ്പുഴയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് സത്യൻ ജോലി ചെയ്യുന്ന ആലപ്പുഴ പെരുമ്പളംതുരുത്തിലെ വീട്ടിലെത്തിച്ച് ഇവിടെ താമസിപ്പിച്ചു. ഇതിനിടെ കുട്ടിയെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ഫോൺ വഴിയുള്ള അന്വേഷണത്തിൽ ലഭിച്ച വിവരത്തിന്റെയും മറ്റ് ചില സൂചനകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികൾ താമസിച്ച സ്ഥലം കണ്ടെത്തിയത്. പോലീസിന്റെ രഹസ്യനീക്കത്തിൽ ഇരുവരും പിടിയിലാവുകയായിരുന്നു. പെൺകുട്ടിയുമായി അനന്തു അടുപ്പത്തിലായിരുന്നു. പ്രതികൾക്കെതിരെ പോക്സോ നിയമപ്രകാരവും തട്ടിക്കൊണ്ടുപോകലിനുമാണ് കേസെടുത്തിട്ടുള്ളത്. കട്ടപ്പന SHO TC മുരുകൻ, SI എബി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് 18 ഇടുക്കി. പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ നിത്യേന നമ്മൾ കേൾക്കാറുണ്ട്. കൊച്ചുകുട്ടികൾക്ക് പോലും ഈ നാട്ടിൽ സുരക്ഷയില്ലാത്ത അവസ്ഥ. കണ്ണൂരിൽ 10 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത് അയൽവാസിയാണ്. ഭയന്നു വിറച്ച പെൺകുട്ടി ആദ്യം സ്വന്തം അമ്മയോട് പോലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. പിന്നീട് ചൈൽഡ് ലൈനിൻ്റെ കൗൺസിലിങ്ങിലാണ് കുട്ടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കേസിൽ തളിപ്പറമ്പ് മാർക്കറ്റിലെ വ്യാപാരി മധുസൂദനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. ഈ മാസം 10-നാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടിയെ മധുസൂദനൻ ചുംബിക്കുന്നതും മറ്റും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാവ് ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ അധികൃതർ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പെൺകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായത്. തുടർന്ന് വിശദമായ മൊഴിയെടുത്ത ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുറ്റിയേരി വെള്ളാവ് സ്വദേശിയും കീഴാറ്റൂരിൽ താമസക്കാരനുമായ KV മധുസൂദനനെ തളിപ്പറമ്പ് ഇൻസ്പെക്ടർ P ബാബുമോനാണ് അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് മാർക്കറ്റിലെ വ്യാപാരിയാണ് മധുസൂദനൻ. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. വീട് വിട്ടിറങ്ങിയിട്ടും ഭർത്താവ് നോബി പിന്തുടർന്ന് ഉപദ്രവിച്ചു. മരിക്കുന്നതിൻ്റെ തലേന്നും അയാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. മക്കളെയും കുട്ടിപ്പോയി മരിക്കുമെന്ന് ആക്രോശിച്ചു. ഏറ്റുമാനൂരിലെ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇതാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്നാണ് കൂട്ട ആത്മഹത്യയെന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം. ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. മകൾ 16 വർഷം നരകയാതനയാണ് അനുഭവിച്ചതെന്ന് പിതാവ് കുര്യാക്കോസ് പറഞ്ഞു. ഈ വർഷം ഫെബ്രുവരി 28-നാണ് ഏറ്റുമാനൂരിലെ റെയിൽവേ ട്രാക്കിൽ ഷൈനിയും 2 പെൺമക്കളും ട്രെയിൻ തട്ടി മരിച്ചത്. ഭർത്താവ് നോബിയുടെ പീഡനത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ. ആത്മഹത്യ ചെയ്തതിന് തലേന്ന് രാത്രി നോബി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് ജീവിതം അവസാനിപ്പിക്കാൻ ഷൈനിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവമുണ്ടായി 170 ദിവസം പിന്നിടുമ്പോഴാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഷൈനിയുടെ മകനടക്കം 50ഓളം പേരുടെ സാക്ഷിമൊഴികളെ അടിസ്ഥാനമാക്കിയാണ് കുറ്റപത്രം. ഷൈനിയുടെ മൊബൈൽ ഫോൺ പ്രധാന തെളിവാക്കിയാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഉടൻ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. നേരത്തെയും ഷൈനിക്ക് നോബിയിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നതായി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ തൊടുപുഴയിലെ ഭർത്തൃവീട്ടിൽ പീഡനമേൽക്കേണ്ടി വന്നതായി കാണിച്ച് ഷൈനി തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതുൾപ്പെടെ പരാമർശിച്ചാണ് കുറ്റപത്രം. സംഭവത്തിന് പിന്നാലെ 1 മാസത്തോളം നോബി ജയിലിൽ കഴിഞ്ഞിരുന്നു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് പുറത്തിറങ്ങിയത്. ന്യൂസ് 18 കോട്ടയം. അന്ധവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് ആത്മീയത ഒരു കച്ചവടമാണ്. പൂജ, വഴിപാടുകൾ, പ്രത്യേക യാഗങ്ങൾ തുടങ്ങിയവയ്ക്കായി വൻതുക പിരിച്ചെടുക്കുകയും പിന്നീട് വാഗ്ദാനങ്ങൾ പാലിക്കാതെ മുങ്ങുകയും ചെയ്യുന്ന രീതിയാണ് പലർക്കും. ഗ്രഹനാഥന് ദുർമരണം സംഭവിക്കുമെന്നും പരിഹാര പൂജകൾ നടത്തണമെന്നും വിശ്വസിപ്പിച്ച് പണം തട്ടിയ സംഭവമുണ്ടായത് കൊല്ലത്താണ്. ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോരുവഴി സ്വദേശി പ്രസാദാണ് പിടിയിലായത്. ഇയാൾ സമാനമായ 6ഓളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിൽ നിന്നും 9.5 ലക്ഷത്തിലേറെ രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. പോരുവഴി സ്വദേശി പ്രസാദിനെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിനിരയായവരുടെ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പ്രസാദ്. കുടുംബനാഥന് ശത്രുദോഷങ്ങളുള്ളതായും ഉടനടി പരിഹാരമായി പൂജകൾ ചെയ്തില്ലെങ്കിൽ ദുർമരണം സംഭവിക്കുമെന്നും കുടുംബത്തെ ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പരിഹാര പൂജയ്ക്കുള്ള ചെലവെന്ന പേരിൽ 4 ലക്ഷം രൂപയും മറ്റാവശ്യങ്ങൾ പറഞ്ഞ് 5.5 ലക്ഷം രൂപയുമാണ് പ്രതി വാങ്ങിയത്. ഓൺലൈൻ വഴിയായിരുന്നു തുക കൈമാറിയത്. തുടർന്ന് പ്രതി കുടുംബക്ഷേത്രത്തിലെ ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു.
പിടിച്ചുപറിക്കാരിയെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെ കുടുംബം ഇയാളെ വിളിച്ചപ്പോൾ ഹൈദരാബാദിൽ നിന്നും പോരുവഴിയിലുള്ള തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അനുബന്ധ പൂജകൾ കൂടി ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. കബളിപ്പിക്കപ്പെട്ടത് മനസ്സിലാക്കിയ മലയാളി കുടുംബം ശൂരനാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. SHO ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ സമാനമായ 6 പരം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിലെ പോലീസിന്റെ തിരച്ചിലിൽ ഇതുവരെയും എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞത്? സാക്ഷി ചൂണ്ടിക്കാട്ടിയ 17 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായതോടെ ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലേക്കാണ്. SIT തിങ്കളാഴ്ച ബെൽത്തങ്ങാടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന. 6ാമത്തെ പോയിന്റിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളെക്കുറിച്ചല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിന് സ്ഥിരീകരണമില്ല. പരിശോധനയിൽ കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇവയുടെ പരിശോധനാ ഫലവും അടുത്തയാഴ്ച ലഭിച്ചേക്കും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായി. ഇതോടെയാണ് കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ SIT ഒരുങ്ങുന്നത്. തിങ്കളാഴ്ചയോടെ ബെൽത്തങ്ങാടി പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജിക്കും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനും പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അതിനു മുമ്പ് സംസ്ഥാന സർക്കാരിന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം BNS സെക്ഷൻ 193/9 പ്രകാരം കൂടുതൽ അന്വേഷണത്തിനായി SITക്ക് കോടതിയോട് അഭ്യർത്ഥിക്കാനും കഴിയും. റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് 90 ദിവസത്തെ സമയപരിധിയുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 183 പ്രകാരം ജൂലൈ 11-നാണ് സാക്ഷിയുടെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയത്. തുടർന്ന് ജൂലൈ 19-നാണ് കേസന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചത്. മുൻ ശുചീകരണ തൊഴിലാളി ജൂലൈ 3-ന് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച പരാതിയിൽ 1995-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയിൽ ജോലി ചെയ്തിരുന്നതായി വ്യക്തമാക്കിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം മൃതദേഹങ്ങൾ സൂപ്പർവൈസർമാരുടെ ഭീഷണിയെ തുടർന്ന് ധർമ്മസ്ഥലയിലെ വിവിധയിടങ്ങളിൽ മറവ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു മൊഴി. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 17 ഇടങ്ങളിൽ ഇതുവരെ മണ്ണ് നീക്കി പരിശോധന നടത്തി. ഇതിൽ 6ാമത്തെ പോയിന്റിലാണ് നിർണായകമായ തെളിവ് ലഭിച്ചത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിന് സ്ഥിരീകരണമില്ല. സീൽ ചെയ്ത കവറിലായിരിക്കും SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. പരിശോധനയിൽ കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇവയുടെ പരിശോധനാ ഫലവും അടുത്ത ആഴ്ച ലഭിച്ചേക്കും. ന്യൂസ് 18 ധർമ്മസ്ഥല. ISI ഏജന്റുമാരുമായി യൂട്യൂബർ ജ്യോതി മൽഹോത്ര നിരന്തരം ബന്ധപ്പെട്ടു. പാക് ഏജന്റുമാർക്ക് വളരെ കാലമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുകയും അവരുമായി പതിവായി ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ഹിസാർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജ്യോതിയുടെ ചാരപ്രവർത്തനങ്ങളെക്കുറിച്ച് അക്കമിട്ട് നിരത്തുന്നുണ്ട്. ജ്യോതി നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ 2500 പേജുള്ള കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് ഹിസാർ പോലീസ് പ്രാദേശിക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ISI ഏജന്റുമാരുമായി ജ്യോതി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നത് സംബന്ധിച്ച രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏറെക്കാലമായി ഇവർ ചാരവൃത്തി തുടരുകയായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച 2500 പേജുകളുള്ള കുറ്റപത്രത്തിൽ പറയുന്നു.
ഹരിയാനയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ എക്സാനുർ റഹീം എന്ന ഡാനിഷ് അലിയുമായി ജ്യോതി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ കണ്ടെത്തിയതായും ഷാക്കിർ, ഹസൻ അലി, നാസിറുദ്ദീൻ എന്നീ ISIക്കാരുമായും ഇവർ ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2023 നവംബർ മുതൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായിരുന്നു ഡാനിഷ്. ചാരവൃത്തിയിലേർപ്പെട്ടെന്ന് ആരോപിച്ച് മെയ് 13-ന് ഡാനിഷിനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നവരുമായി ജ്യോതി ബന്ധപ്പെട്ടുവെന്നും കുറ്റപത്രത്തിലുണ്ട്. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മെയ് 16-നാണ് അറസ്റ്റിലായത്. യൂട്യൂബിൽ 3.7 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 1.32 ലക്ഷം ഫോളോവേഴ്സും ഉണ്ടായിരുന്ന ട്രാവൽ ബ്ലോഗറാണ് ജ്യോതി. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ജ്യോതി പാകിസ്ഥാന് കൈമാറിയതായാണ് ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവും ഇതിനിടെ വിവാദമായി. ജ്യോതി കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമാണെന്ന വിവരാവകാശ രേഖകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലത്ത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വർദ്ധിക്കുകയാണ്. വഞ്ചിപ്പെട്ടികൾ കുത്തിപ്പൊളിച്ച് പണം കവരുന്നതാണ് മോഷ്ടാക്കളുടെ രീതി. കൊട്ടാരക്കര മുസ്ലിം ജുമാ മസ്ജിദിൽ നിന്നും പണം കവരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര കോട്ടപ്പുറം മുസ്ലിം ജുമാ മസ്ജിദിൽ മോഷണം നടക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വഞ്ചിപ്പെട്ടിയുടെ പൂട്ട് പൊളിക്കുകയും മോഷ്ടാവ് വഞ്ചിപ്പെട്ടിയിലുണ്ടായിരുന്ന പണം അപഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സമീപത്ത് വെച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി ഇതിൻ്റെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു. പുലർച്ചെയാണ് ഈ മോഷണ വിവരം അറിയുന്നത്. പള്ളിയുടെ അധികൃതർ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ പൂട്ട് പൊളിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. അപ്പോൾ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഉള്ള ഒരു മോഷ്ടാവ് ഇവിടെ എത്തുകയും പൂട്ട് പൊളിക്കുകയും ഇവിടെ നിന്നും പണം അപഹരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കൃത്യമായി ലഭിച്ചിരിക്കുന്നത്. ഇത് കൊട്ടാരക്കര പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പരാതിയും നൽകിയിട്ടുണ്ട്. പോലീസ് കൃത്യമായി അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത്. പള്ളി സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും എപ്പോഴാണ് ഈ മോഷണം അറിയുന്നത്? ഇത് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നത് ഈ ഇതിൻ്റെ പുറകിൽ വയലും വഴികളൊക്കെ ഉണ്ട്. അതിലേക്കൂടെ കയറി വന്ന് ഇതിൽ കൂടെ കയറി പോകുന്ന വിഷ്വൽസ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. കയറി വന്ന് അവിടെ എങ്ങാണ്ട് ഇരുന്നിട്ട് ശേഷം ഇവിടെ വന്ന് ഇത് എടുത്തുകൊണ്ട് ഇപ്പോൾ ഇതിലെ കൂടെ പോകുന്ന ദൃശ്യങ്ങളുമുണ്ട്. കുറേ കൂടെ തന്നെ പോയിരിക്കുന്നത്. ഇപ്പോൾ അടിവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. മുൻപ് ഇങ്ങനെ മോഷണം നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം. ഈ 1.5 കൊല്ലത്തിലേക്ക് ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഇത് പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ 31-നാണ് വലിയ ഈ കാണിക്ക വഞ്ചി തുറന്നുള്ള പൈസ എടുത്തതിന് ശേഷമുള്ള എനിക്ക് ഒന്ന് 10 ദിവസത്തെ 12 ദിവസത്തെ ക്യാഷ് കാണും. എത്ര വരുമെന്ന് നമുക്കങ്ങനെ ഒരു നിശ്ചിതമായൊരു എമൗണ്ട് വരുമെന്ന് പറയാൻ പറ്റും. എന്നാലും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ മോശമായിരിക്കാം. ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ അധികം ആൾക്കാർ വരുന്നു. അധികം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പൈസ വരാൻ ചാൻസ് ഉണ്ട്. ഒരു എന്തായാലും 5000 രൂപയ്ക്ക് പുറത്ത് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിപ്പിച്ച് മൊഴി എടുത്തിട്ടുണ്ട്. മറ്റേ ഇന്നലെ പോയി ഈ വിഷ്വൽസ് എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് പെൻഡ്രൈവ് കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കാര്യമായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വാക്ക് വന്നിട്ടുണ്ട്. അതുതന്നെയാണ് അവസ്ഥ. ജില്ലയിൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പെരുകുന്നുണ്ട്. വഞ്ചിപ്പെട്ടി അടക്കം കുത്തിപ്പൊട്ടിക്കുകയും മോഷ്ടാക്കൾ പണം അപഹരിച്ചു കൊണ്ടുപോകുന്ന വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരം മോഷ്ടാക്കളെ ഉടൻ തന്നെ കണ്ടെത്തണം എന്നുള്ള വലിയൊരു ആവശ്യവും ഉയർന്നു വരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കണ്ണൂർ മുൻ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവും ജില്ലാ കളക്ടറുടെ മൊഴിയെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശവുമുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് ആരെ സംരക്ഷിക്കാനാണ്? മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി തള്ളണമെന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ആവശ്യം.
മഞ്ജുഷ നൽകിയ ഹർജി പരിഗണിക്കുന്നത് കോടതി ഈ മാസം 23-ലേക്ക് മാറ്റി. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ഈ മാസം 5-നാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന തരത്തിലാണ് തുടക്കം മുതൽ അന്വേഷണ സംഘം നീങ്ങിയതെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് ഉണ്ടാക്കാനായിരുന്നു ശ്രമമെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ച് അന്വേഷണം നടത്തുകയും പ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. അതിനാൽ നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കാത്ത ഹർജി തള്ളിക്കളയണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. തുടരന്വേഷണം വേണമെന്ന ആവശ്യത്തെ പ്രതി പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വനും എതിർത്തു. തുടരന്വേഷണം എന്ന ആവശ്യത്തിനായി ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണ്. കേസ് നീട്ടിക്കൊണ്ടു പോകാനാണ് ഹർജി നൽകിയതെന്നും പ്രതിഭാഗം ആരോപിച്ചു. കേസ് പരിഗണിക്കുന്നത് കോടതി ഈ മാസം 23-ലേക്ക് മാറ്റി. ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ തലേ ദിവസം നടത്തിയ യാത്രയയപ്പ് യോഗത്തിൽ അപമാനിച്ചതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്നാണ് കേസ്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭമുണ്ടാക്കി, തേക്ക് മുറിച്ചു കടത്തി, കവടിയാറിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ആഡംബര വീട് നിർമ്മാണം, ധനസമ്പാദനത്തിൽ ക്രമക്കേട് തുടങ്ങിയ പരാതികളിലൊന്നും കഴമ്പില്ല. ADGP MR അജിത് കുമാറിനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അജിത് കുമാറിനെ വെള്ളപൂശി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണിത്. പരാതിക്കാരൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ട്. നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും SP ഓഫീസ് വളപ്പിലെ മരം മുറി നടപടിക്രമം പാലിച്ചായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അജിത് കുമാറിനെ മുഖ്യമന്ത്രി അന്തം വിട്ട് സഹായിക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തി. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ MLA ആയിരുന്ന PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ കോടതി കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവിടുകയായിരുന്നു. അതേസമയം ഈ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതിൽ പ്രധാനമായി PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച മുഴുവൻ ഗുരുതരമായ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ട് അത് മുഴുവൻ വാസ്തവവിരുദ്ധമാണ് എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായി എടുത്തു പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ വാസ്തവവിരുദ്ധമാണ്. അത്തരത്തിൽ ഒരു ബന്ധവും MR അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇല്ല. അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം. അതോടൊപ്പം മരമുറി കേസുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല.
ക്രമപ്രകാരം തന്നെ നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ചുകൊണ്ടാണ് മരമുറിയുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നിരിക്കുന്നത്. അതിലുൾപ്പെടെ MR അജിത് ബോധപൂർവം കരിവാരി തേക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് ഈ റിപ്പോർട്ടിലെ പരാമർശം. MR അജിത് കുമാറിനെതിരെ ഉയർന്ന എല്ലാ ഗുരുതരമായ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അത് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായക ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവൺമെന്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ്. പ്രിയപ്പെട്ട എന്ന വാക്കിനേക്കാൾ ഉപരി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ. വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തി. അത് കോടതി പൊക്കി പുറത്തു വന്നു. ഇനി ധാർമ്മികതയുടെ പേരിൽ ഇനി സാങ്കേതികത്വത്തിന്റെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തുടരാനുള്ള അർഹത. തിരുവനന്തപുരം നന്ദിയോട് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെ വിദ്യാർത്ഥികൾക്ക് മദ്യം വിതരണം ചെയ്തതായി ആരോപണം. തെരഞ്ഞെടുപ്പ് വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് മദ്യവിതരണം നടന്നതായാണ് KSU ഉന്നയിക്കുന്ന ആക്ഷേപം. വിദ്യാർത്ഥികൾക്ക് മദ്യം കുപ്പിയിൽ പകർന്നു നൽകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. മദ്യം നൽകിയത് ആരാണെന്ന് കണ്ടെത്താൻ പരിശോധന തുടരുകയാണെന്ന് പാലോട് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം നന്ദിയോടുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടന്നിരുന്നു. അതിനിടയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു പറ്റം ആളുകൾ ചേർന്ന് മദ്യം വിതരണം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് KSU ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ പാലോട് CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഈ സ്ഥലത്ത് വിദ്യാർത്ഥികൾ സംഘടിച്ചിരുന്ന സ്ഥലത്തൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിനിടയിൽ അവിചാരിതമായി സ്കൂൾ പരിസരത്ത് നിന്ന് ഒരു ബാഗ് ലഭിക്കുകയും ആ ബാഗിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രം പറ കാനിടും ഈ മദ്യം വെച്ച് അമ്മമാരെ കഴിച്ചോണ്ടിരുന്നതാണിത് സാറേ. ഒരു സ്കൂളിന്റെ പരിസരത്ത് ഈ മദ്യം വന്ന എങ്ങനെ സാറേ? അത് എവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ പിടിച്ചു? ഈ ബാഗ് വിദ്യാർത്ഥികളുടേതാണോ പുറത്തുള്ള മറ്റാരുടേതെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം ബാഗിൽ മദ്യക്കുപ്പി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്കൂൾ വിദ്യാർത്ഥികളുടേതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. CCTV ദൃശ്യങ്ങൾ അടക്കം വിശദമായി പരിശോധിക്കുന്നതിലൂടെ ഈ ബാഗിൻ്റെ ഉടമയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം ഇത് ബോധപൂർവമായി വിദ്യാർത്ഥികൾക്ക് മദ്യം വിതരണം ചെയ്യുകയായിരുന്നു, തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് KSU രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ പ്രതിഷേധം വ്യാപിപ്പിക്കും എന്ന നിലപാടിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് മയക്കുമരുന്ന് മാഫിയ. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന ശക്തമായതോടെ തമിഴ്നാട്ടിൽ നിന്ന് സമാന്തര പാത വഴിയാണ് കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നത്. കഴിഞ്ഞ പുലർച്ചെ പോലീസ് രാമക്കൽമേട്ടിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിൽ യുവാക്കളെ കണ്ടെത്തി. വാഹനം പരിശോധിച്ചപ്പോൾ 4 കിലോ കഞ്ചാവ്. കേസിൽ 5 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി വാളറ സ്വദേശികളായ കുരുവിപ്പുറത്ത് അനന്തു ഷാജി, ചെങ്ങഴശ്ശേരി അമൽ, കൊല്ലംപറമ്പിൽ അഖിൽ, ചൂരക്കാട്ടിൽ സൂരജ്, പെരുമ്പാവൂർ സ്വദേശി നെല്ലംകുഴിയിൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. പുലർച്ചെ 4ഓടെ നെടുങ്കണ്ടം പോലീസ് രാമക്കൽമേട്ടിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിൽ യുവാക്കളെ കാണുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിൽ
2 പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിൽ 4 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും രാമക്കൽമേട്ടിലേക്കുള്ള സമാന്തര പാതയിലൂടെ കാൽനടയായാണ് യുവാക്കൾ കഞ്ചാവ് കൊണ്ടുവന്നത് എന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പട്ടോളിഞ്ഞാണ്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഒരു ഏകദേശം 4 മണിയോടുകൂടി രാമക്കൽമേട് ഭാഗത്ത് ഒരു കാർ കിടക്കുന്നത്, അതിനുള്ളിൽ 5 പേരിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചപ്പോൾ അവരുടെ പരിങ്ങൽ കണ്ട് സംശയം തോന്നിയപ്പോഴാണ് ഈ വണ്ടിയിലെ പുറകിൽ ഒരു ബാഗ് കണ്ടത്. ബാഗ് കണ്ട് വലിയ കവറിനകത്താക്കി കുഞ്ഞ 2 പാക്കറ്റ് കണ്ടു. എൻ്റെ ചോദിച്ചത് അവർ പറഞ്ഞു കഞ്ചാവാണ്, തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാണ്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മട്ട് ഇൻസ്പെക്ടറെ വിളിച്ച് അദ്ദേഹം സാന്നിധ്യത്തിൽ ദേഹവിൽപ്പന നടത്തി. ഈ വാഹനവും അതുപോലെ തന്നെ വിളിച്ചിട്ട് കഞ്ചാവുമായിട്ട് സ്റ്റേഷനിൽ വന്നു. ടൂറിസം മേഖലയിലടക്കം ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ചത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം പുനലൂരിൽ വയോധികയെ വീട്ടുമുറ്റത്ത് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ മുളന്തടം ഗീതാലയത്തിൽ പ്രഭാവതി അമ്മയാണ് മരിച്ചത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കോതമംഗലം എക്സൈസിന്റെ പരിശോധനയിൽ 2 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടികൂടി. അസം സ്വദേശി നജമുൽ ഇസ്ലാം അറസ്റ്റിൽ. പാലക്കാട് 10 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. എക്സൈസ് അറസ്റ്റ് ചെയ്തത് ചിറ്റൂർ സ്വദേശികളായ കാർത്തിക്, സെന്തിൽകുമാർ എന്നിവരെ. യഥാർത്ഥ വിവരം മറച്ച് വിവാഹം കഴിച്ചെന്നും മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ച് ഭാര്യ നൽകിയ പരാതിയിൽ പാകിസ്ഥാൻ സ്വദേശി ഹൈദരാബാദിൽ അറസ്റ്റിൽ. ഹൈദരാബാദിലെ ബഞ്ച്റാ ഹിൽസിൽ താമസിക്കുന്ന ഫഹദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്യന്തികമായി ഓരോ മനുഷ്യരും ജീവിക്കുന്നത് സ്വന്തം സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയാണല്ലേ. എന്നാൽ എനിക്ക് സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സന്തോഷം ലഭിക്കുന്നില്ല എന്ന് പറയുന്നവരെ കാണാറുണ്ട്. അവരുടെ ജീവിതമെന്നും നിരാശയുടെ പടുകുഴിയിലായിരിക്കും. എവിടെയാണ് എൻ്റെ സന്തോഷമെന്ന് ചിന്തിക്കുന്നവരോട് ഒന്ന് ചോദിക്കട്ടെ. സ്വന്തം പങ്കാളിക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിലുള്ളവർക്കും നിങ്ങൾ സന്തോഷം കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടായിരുന്നുവെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കുകയും ആ ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ തിരിച്ചാണ്. നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുമാണ് നമ്മളെ നന്മയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നതെന്ന തിരിച്ചറിവുണ്ടാകട്ടെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.